സ്വാഗതം. ഇന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി നാളായിട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇന്ന് കുറച്ച് സ്പെഷ്യലും ആണ് കേട്ടോ. ഇന്നൊരു നെയ്പ്പത്തരിയും ചിക്കൻ കറിയും ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച കാണിച്ചു തരാമെന്ന്. കുറേ നാളായിട്ട് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നാളായി. കാരണം ഇപ്പോൾ രാത്രി എല്ലാം ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കാറില്ല നൈറ്റ്. ഇപ്പൊ നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. ഇതിനകത്തോട്ട് ഫസ്റ്റ് എണ്ണ ഒഴിച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടോ. അത് ബ്രൗൺ കളർ ആയപ്പോഴത്തേക്ക് തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മളിതാ ചിക്കനുകൾക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനമാണിത്. തേങ്ങ കേട്ടോ. ഇത് തേങ്ങ ഞാൻ കുറച്ച് ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വറ്റൽമുളക് വറുത്തത്. കാശ്മീർ എന്നാണ്, എരിവില്ലാത്ത വറ്റൽമുളക് കിട്ടിയില്ല കേട്ടോ. ഇത് എരിവില്ലതാണ്, അതുകൊണ്ട് ഇത്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കൊത്തമല്ലി വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാളയും കറിവേപ്പിലയും കൂടി എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആയി വരുമൊന്നും വേണ്ട. നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത്രയും കൂടി അരച്ചിട്ടാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് തേങ്ങ വേണമെങ്കിൽ വറുത്ത് എടുക്കാം കേട്ടോ. ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഒന്ന്. പിന്നെ ഇത് ഞാനിപ്പോൾ ഈ തേങ്ങ ചുട്ടെടുത്തോണ്ട് ഞാൻ വറുത്തെടുക്കാത്തതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിന്റെ ഫുൾ വീഡിയോ ഒന്നും കാണിക്കാത്ത എന്താന്ന് വെച്ചാല് ഞാൻ ഇതിനു മുമ്പ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ചാനലിൽ പോയി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒരു ട്രിപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കാം. അപ്പൊ പെട്ടെന്ന് അരച്ചു കിട്ടും കേട്ടോ. പെട്ടെന്ന് ഇത് പൊതിഞ്ഞ് കിട്ടും. ഭയങ്കര സൗണ്ടാണ്. അതിന് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നാടൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതാ ഈ നാടൻ ചിക്കൻ കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താണ്. ഒരുപാട് വേവുള്ള സാധനമല്ലേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് വേവിച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചിട്ടെടുക്കാം. നമ്മള് ഒരു ട്രിപ്പ് അരപ്പ് അരച്ചിട്ടായിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചിട്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. എന്റെ മിക്സിക്ക് ചെറിയ തകരാറുണ്ട്. ഇടക്കിടക്ക് ഇത് നിൽക്കും, സ്റ്റോപ്പായി പോകും. അരക്കുന്നതിൻ്റെ ഇടയിൽ നല്ലോണം ഇട്ടാലും കേട്ടോ. കുറച്ചിട്ടൊന്നും ആയില്ല. അതുകൊണ്ട് നല്ലോണം ഇടാൻ പറ്റില്ല ഇതിനകത്ത്. നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മള് നേരത്തെ അരച്ചു വെച്ചതാണ്. അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറി ഒരുപാട് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ല നമ്മുടെ തിക്കായിട്ടാണ്, നല്ല കട്ടിയായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഞാൻ വേവിച്ചിട്ടാണ് ഇതിനകത്തോട്ട് ഇട്ടത്. ഒത്തിരി നേരം ചിക്കൻ വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. സ്പൂണൊന്നും കാണുന്നില്ല. കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിന് കേട്ടോ. കുറച്ച് കുറവുണ്ട് നോക്കിയപ്പം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നെയ്പ്പത്തിരിക്കുള്ള നെയ്പ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി പുതർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നെയ്പ്പത്തിരിയെല്ലാം ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അല്ലെ. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് ഇനി കുറച്ച് സാധനം കൂടി വേണം. അപ്പൊ ഞാൻ അതൊന്ന് എടുക്കട്ടെ. അപ്പൊ നമ്മൾ നെയ്പ്പത്തിരിക്ക് വേണ്ടിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടത് സവാള വേണം, പിന്നെ തേങ്ങ, പിന്നെ വേണ്ടത് ജീരകം കേട്ടോ. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. പിന്നെ വേണ്ട പച്ചരി. അപ്പൊ പച്ചരി നേരത്തെ കുതിർത്ത് വെച്ചതാണ്. ഇപ്പൊ നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള, പിന്നെ ജീരകം, നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുന്നവർക്ക് അതിനാവശ്യമായ ഉപ്പും വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അരിയെല്ലാം അരച്ചെടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് റവ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ പ്രസ്സിലാണ് ചെയ്യുന്നത് കേട്ടോ. പ്രസ്സിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ വേണമെങ്കിൽ കവർ ഉണ്ടെങ്കിലും, പ്രസ് ഇല്ലാത്തവർ ഇതുപോലത്തെ ഒരു കവർ വെച്ചിട്ട് അതിനടിയിൽ മുകളിൽ എണ്ണ തടവിയിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. നെയ്പ്പത്തിരി ഉണ്ടാക്കേണ്ട ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാവെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് പച്ചരി വേണമെങ്കിൽ പൊടിച്ചിട്ടും നെയ്പ്പത്തിരി ഉണ്ടാക്കാം. പിന്നെ പച്ചരിയൊക്കെ പൊടിച്ചിട്ട് തേങ്ങയും ഉള്ളിയും ജീരകവും കൂടി ഒന്ന് അരച്ചിട്ട് അതിനകത്തോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത്ര ലൂസ് ആവില്ല. പിന്നെ ടൈറ്റ് ചെയ്യാൻ നമുക്ക് ഇത്തിരി റവ മതിയാവും. ഇതിപ്പോൾ ഞാൻ പച്ചരി അരച്ചതുകൊണ്ട് കുറച്ചധികം ലൂസായിപ്പോയി. അപ്പോൾ റവ ഒത്തിരി ഇടേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അത് ടൈറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ട് ഈ കവറിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചൂടായ എണ്ണയിലേക്ക് ഇടാം. എപ്പോഴും നമ്മൾ നെയ്പ്പത്തിരി ഉണ്ടാക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകണം, അല്ലെങ്കിൽ അത് പൊന്തി വരത്തില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ പ്രസ് ചെയ്തിട്ട് നമ്മളെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോരി എടുക്കാനുള്ള കയ്യിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഇട്ടപ്പോഴത്തും ഒന്നാകെ പൊട്ടിത്തെറിച്ചു എണ്ണയൊക്കെ. അതാണ് ഞാൻ ബാക്കോട്ടൊന്ന് പോയത്. അങ്ങനെ നമ്മുടെ നെയ്പ്പത്തിരി നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടാവുകയും അതിൻ്റെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് നമ്മുടെ നെയ്പ്പത്തിരി അടിപൊളിയായിരിക്കും കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വിരുന്നൊക്കെ വരുമ്പോൾ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഒരു സംഭവമാണിത്, നെയ്പ്പത്തിരി ചിക്കൻ കറി. ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. എപ്പോഴും ഇതിന് ചിക്കൻ കറി നെയ്പ്പത്തിരിയാണ് കോമ്പിനേഷൻ. ഇതുപോലെ നെയ്പ്പത്തിരി ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നെയ്പ്പത്തലിൻ്റെയും ചിക്കൻ കറിയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെയ്പ്പത്തിരി രണ്ടിൻ്റെ ലിങ്കും കൊടുക്കാം കേട്ടോ. പൊടിച്ചിട്ടുണ്ടാക്കുന്നതും അരച്ചിട്ടുണ്ടാക്കുന്നതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി മാത്രമേ വേണ്ടൂ കേട്ടോ. കുറച്ച് ചോറും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി മാവ് രാവിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ നെയ്പ്പത്തിരിയൊക്കെ ഉണ്ടാക്കി ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ പോവാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ജലദോഷമാണ്. അപ്പോൾ എനിക്ക് സൗണ്ടൊന്നും ശരിക്കും വരുന്നില്ല. അതാണ് എൻ്റെ സൗണ്ടിന് ചെറിയ മാറ്റം. ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ സ്റ്റക്കായി പോകുന്നത്. നിങ്ങൾ ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.